ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും റൂബീസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് അത്തം തുടങ്ങിക്കഴിഞ്ഞു. ഇനി 10 നാൾ, 10ാം ദിവസം ഓണമായി. പഴയ കാലത്തെ മുത്തശ്ശിമാർ ഓണത്തിന് കുഞ്ഞുങ്ങൾക്കായിട്ട് ധാരാളം പലഹാരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. എല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസമാണ് ഓണം. അന്ന് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ചില പലഹാരങ്ങളുണ്ട്. അച്ചപ്പം, കുഴലപ്പം, ഉണ്ണിയപ്പം, പിന്നെ കളിയടകി, അങ്ങനെ ധാരാളം നല്ല നല്ല പലഹാരങ്ങൾ ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാനായി പോകുന്നത്. നമ്മുടെ നാടൻ പലഹാരമായ കുഴലപ്പം. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. എന്നാൽ വാ പോകാം വീഡിയോയിലേക്ക്. കുഴലപ്പത്തിനായിട്ട് നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് അത്യാവശ്യം വലിയ തേങ്ങയുടെ ഹാഫ് പോർഷനാണ് എടുത്തത്. അതിന് ചിരകി നമ്മുടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 6 ചെറിയ ഉള്ളി എടുക്കാം. അതുപോലെ തന്നെ 2 വെളുത്തുള്ളി കൂടി എടുക്കാം. വെളുത്തുള്ളി അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളിയാണ്. ചെറുതാണെങ്കിൽ 2 എണ്ണം കൂടി ആഡ് ചെയ്യേണ്ടതായി വരും. ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുത്തോണ്ട് വരാം. തരിതാരിപ്പായുമല്ല, നല്ല അരഞ്ഞ് മഷി പോലെ അരയും വേണ്ട. 2നും ഇടയ്ക്കുള്ള പാകത്തിലാണ് അരച്ചെടുക്കേണ്ടത്. അരച്ചതെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് അരപ്പാത്രം അളവിൽ വെള്ളം എടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. തിളച്ച ശേഷം ഈ അരച്ചു കൊണ്ടുവന്ന കൂട്ടിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇപ്പം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിനെ വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് കുഴലപ്പം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 500 ഗ്രാം അളവിലുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പത്തിരി, ഇടിയപ്പം എന്നിവയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എടുക്കൂലേ, ആ പൊടിയാണ് ഇതിനായിട്ട് വേണ്ടത്. നല്ല ഫൈൻ പൗഡർ പോലുള്ള പൊടി. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ അളവിൽ ജീരകം, പിന്നെ നമുക്ക് 1 പിടി അളവിൽ എള്ളും കൂടി ചേർത്ത് കൊടുക്കുക. എള്ളൊക്കെ നമുക്ക് ഇഷ്ടാനുസരണം ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ തിളപ്പിച്ചെടുത്തില്ലേ വെള്ളം, അതിനെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു സ്പൂണോ കരണ്ടിയോ എന്തെങ്കിലും വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. എന്നിട്ട് അല്പനേരം നമുക്ക് ചൂട് പാകത്തിനാകുന്നത് വരെ ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം, കുഴയ്ക്കാനായിട്ട്. ഇനി നമുക്ക് ഇപ്പോൾ ഒരു ഏകദേശം കൈ കൊണ്ട് കുഴയ്ക്കാൻ പരുവത്തിന് ചൂടായിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിനെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ഉരുളകളാക്കി മാറ്റാം. ശേഷം നമുക്ക് ഇതിനെ ഒന്ന് ഷേപ്പ് ചെയ്യണം. അതിനായിട്ട് പത്തിരി, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന പ്രസ്സർ ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് പ്രസ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഞാൻ പരത്തിയാണ് എടുക്കുന്നത്. ഒരു പ്ലേറ്റിലേക്ക് എണ്ണ തടവിയ കവർ വച്ച ശേഷം മാവ് വെച്ച് അതിന് പുറത്ത് വേറൊരു എണ്ണ തടവിയ കവർ വെച്ച് ശേഷം പരത്തിയാണ് എടുത്തത്. പരത്തിയിട്ട് ഒരു പാത്രത്തിൻ്റെ അടപ്പ് കൊണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്ന, റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിനെ നമ്മൾ കുഴലപ്പത്തിൻ്റെ ഷേപ്പാക്കാം. ഇത് ഒരു വിരലിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഈ രീതിയിൽ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മുടെ കുഴലപ്പത്തിന് ഓരോന്നായി എടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ സമയം തീ മീഡിയത്തിലായിരിക്കണം. തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളത് നമുക്ക് ഈ രീതിയിൽ ചെയ്തെടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ഓണപ്പലഹാരം കുഴലപ്പം തയ്യാറായി കഴിഞ്ഞു. വളരെ നാടൻ പലഹാരം, വളരെ കുറച്ച് സമയം കൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റി. അതുപോലെ തന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ച് നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ കഴിക്കാനായിട്ട് സാധിക്കും. ഓണത്തിന് മാത്രമല്ല, അല്ലാതെ നമുക്ക് ടീ ടൈമിൽ കഴിക്കാൻ പറ്റിയ നല്ലൊരു പലഹാരമാണിത്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.